ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള പൊട്ടറ്റോ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും നല്ല കോമ്പിനേഷനാണ്. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ വേറെ എണ്ണയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ഏലക്ക, 1 ബേ ലീഫ്, 1 ഗ്രാമ്പു ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. തീ ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1 തണ്ട് കറിവേപ്പില, 1 സവാള നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് സവാള നല്ല ബ്രൗൺ നിറം ആകുന്ന വരെ വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറ് കിട്ടും, എരിവും കുറവായിരിക്കും. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. തീ ഇപ്പം ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്നുകിൽ തീ സിമ്മിലിടുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക. തീ കൂട്ടി വെക്കരുത്, എന്നാൽ പൊടി കരിഞ്ഞു പോവും. ഈ ചൂടെണ്ണ കിടന്നിട്ട് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരണം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണോ എന്ന് നോക്കുക, എന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചിട്ടും ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറി വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉരുളക്കിഴങ്ങ് ഡയറക്റ്റ് ഇതിലോട്ട് ചേർത്തിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ്. അപ്പോഴാണ് ഉരുളക്കിഴങ്ങിൻ്റെ അകത്തോട്ട് മസാലയൊക്കെ ഇറങ്ങി ചെന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടിയും 2 നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്താൽ മതി. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനോടൊപ്പം ആയിരുന്നാലും ദോശ, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.